ഓസ്ട്രേലിയയിൽ ഒരു കുട്ടീനെ ഡീപ്പോർട്ട് ചെയ്തു. ആ കുട്ടി നാട്ടിൽ പോയി അതിൻ്റെ പാരൻസിനെ കണ്ട് തിരിച്ചു വരുന്ന ടൈമിൽ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ആ കുട്ടിയുടെ ഫോൺ ചെക്ക് ചെയ്യുകയും ആ കുട്ടി ലീഗലി 20 hours അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ടാക്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇല്ലീഗലായിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് വർക്ക് ചെയ്തത് കൊണ്ട് ആ കുട്ടീൻ്റെ ഡിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഞാൻ ഓൾറെഡി എല്ലാ സ്റ്റുഡൻസിനോടും പറയുന്ന ഒരു കാര്യമാണ്, ഞാനൊരു സ്റ്റുഡൻ്റായിട്ട് കാനഡയിൽ എത്തിയതായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമാണ്, നമുക്കൊരു 4 years കഷ്ടപ്പാടുണ്ടാവുള്ളൂ, 4 to 5 years. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഏർണിങ്സും അതിൻ്റെ ഒപ്പം ഒരു പെർമനൻറ്റ് റെസിഡൻസി കിട്ടാനുള്ള പാത്വേയാണ് നമ്മളൊരു കൺട്രിയിൽ നിൽക്കുമ്പോൾ നോക്കേണ്ടത്. പക്ഷെ വൺസ് നമ്മൾ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിടി വീഴാവുന്നതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ആ കുട്ടിയുടെ ഫോണിൽ നിന്നാണ് പാസ്റ്റിൽ വർക്ക് ചെയ്തേക്കുന്ന ഡീറ്റെയിൽസ് എടുത്ത് ഡീപ്പോർട്ട് ചെയ്തത്. സോ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കാൻ ഒത്തിരി പേരുണ്ടാകും, പക്ഷേ ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക്.